എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ ഇഷ്യൂസ് ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം നിങ്ങളുടെ ഇടയിൽ തന്നെ അത് പറഞ്ഞു തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങളാണോ, അതോ എന്തുകൊണ്ടായിരിക്കും ഒരു പ്രസ് മീറ്റ് നടത്തി അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അതെ, പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ. പിന്നെ ഒരു വ്യവസായമാകുമ്പോൾ അതിനകത്ത് സംഘടനകളുണ്ടാവും. സംഘടനകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ തീരാവുന്ന സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്നത് അവരൊരു അമ്മയ്ക്കൊരു കത്ത് നൽകി നമ്മളത് മറുപടി കൊടുത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുത്തതാണ്. ഇപ്പം അമ്മ അസോസിയേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അഡ്ഹോക് കമ്മിറ്റി മെമ്പർ കൂടിയാണ്, അതുകൊണ്ടാണ് നമുക്കത് പറയാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ അവിടെ ഒരു സ്ഥാനമാനങ്ങളില്ല, ഒരു പ്രസിഡൻറ്റോ സെക്രട്ടറി അങ്ങനെയില്ല, എല്ലാവർക്കും ഈക്വൽ സ്ഥാനങ്ങളാണ് ഉള്ള അഡ്ഹോക് കമ്മിറ്റിക്ക് കംപ്ലീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനിയിപ്പോൾ അടുത്ത ജൂണിൽ നമ്മളൊരു എക്സിക്യൂട്ടീവ് മീൻസ് ജനറൽ ബോഡി കൂടിയെങ്കിൽ മാത്രമേ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നെങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊരു ചർച്ചയ്ക്കെങ്കിലും നമുക്ക് പോകാനും ഇരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ അവരെ അറിയിച്ചു. പക്ഷേ അവർക്കത് അത് അക്സെപ്റ്റബിൾ അല്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം സുരേഷ് ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനകളുടെ ഒരു പത്രസമ്മേളനത്തിൽ ഇത്ര ഓപ്പണായിട്ട് അവർ പറഞ്ഞത്.